നമസ്കാരം. കർണാടകത്തിലെ ധർമ്മസ്ഥലയെക്കുറിച്ച്, അവിടെയുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തെക്കുറിച്ച് കേരളത്തിൽ നടത്തിവരുന്ന ഒരു മാധ്യമ പ്രചാരണം, ആ മാധ്യമ പ്രചരണത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തിന് പിന്നിലെ ദുരൂഹത, ഇതെല്ലാം തുറന്നുകാട്ടി നേരത്തെയും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. അതിനെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഈ കൂട്ടക്കൊല നടന്ന, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയ ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തെ, ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളെ ന്യായീകരിക്കുന്നത് എന്നൊരു ചോദ്യം നമുക്ക് നേരെ ഉണ്ടായി. എന്തായാലും അന്നും നമ്മൾ പറഞ്ഞത് ഈ ക്ഷേത്രവും അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണകർത്താക്കളായിട്ടുള്ള കുടുംബവും എല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വിചാരണ എന്തിന് എന്ന ചോദ്യമാണ് നമ്മൾ ആവർത്തിച്ചത്. മാത്രമല്ല, ആ ക്ഷേത്രം നടത്തുന്ന രീതി, 800-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം, അതെല്ലാം തന്നെ നമ്മൾ എടുത്തു പറഞ്ഞിരുന്നു. മാത്രമല്ല, ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ സംശയവും നമ്മൾ അല്ലെങ്കിൽ അതിന് പിന്നിലെ ദുരൂഹതയും നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ SIT രൂപീകരിച്ചിരിക്കുന്നു. SITയുടെ അന്വേഷണവും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെയുള്ള പ്രചരണം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ നടത്തുന്നത്. പക്ഷേ വളരെ കാലമായി ഈ മഞ്ജുനാഥ ക്ഷേത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം, പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി വരികയായിരുന്നു. ആ പ്രചരണത്തിൻ്റെ ഉള്ളാഴം മനസ്സിലാക്കുന്ന ഒരു കോടതി വിധിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ആ കോടതി വിധി എന്നത് നമ്മളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചതാണ്. ഒരു സെഷൻസ് കോടതിയാണ് ആ കോടതി വിധി പറഞ്ഞത്. അതായത് ധർമ്മസ്ഥലയ്ക്കെതിരെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പല രീതിയിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോകളിൽ 9000-ഓളം വരുന്ന യൂട്യൂബ് വീഡിയോകൾ ഡിലീറ്റ് ചെയ്യണം എന്നാണ് ആ കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ ഈ യൂട്യൂബ് ചാനലുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ സുപ്രീം കോടതിയും ഈ കേസ് കൈകൊണ്ട് തൊട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത്, അവിടെ ഹൈക്കോടതി ഉണ്ടല്ലോ, ഹൈക്കോടതിയെ സമീപിക്കാതെ എന്തിനാണ് സുപ്രീം കോടതിയിലേക്ക് വന്നത്? ഇത് ഒരു ദേശീയ പ്രാധാന്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു മൂവ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പക്ഷേ അത് ഹൈക്കോടതിയിൽ പോകട്ടെ, ശേഷം ഞങ്ങൾ കേട്ടുകൊള്ളാം എന്നാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. അതായത് 9000-ലധികം വീഡിയോകൾ ഒരു ക്ഷേത്രത്തിനെതിരെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനെതിരെ അപവാദ പ്രചരണം നടത്താനായി സമൂഹ മാധ്യമങ്ങളിൽ പടച്ചുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന പ്രചാരണത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്യാൻ കോടതി ഉത്തരവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. ഈ പ്രചാരവേലകൾ അത് ശുദ്ധ അസംബന്ധമാണ് എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ആ കോടതി ഉത്തരവ്. സുപ്രീം കോടതി അതിൻ്റെ അപ്പീൽ പോലും കേൾക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രം സ്ഥാപനങ്ങളുടെ സെക്രട്ടറി ആയിട്ടുള്ള ഹർഷേന്ദ്രകുമാറിൻ്റെ ഹർജിയിലാണ്. ഈ ഹർഷേന്ദ്രകുമാർ അവിടുത്തെ ധർമ്മസ്ഥലയുടെ മഠാധിപതിയായിട്ടുള്ള അല്ലെങ്കിൽ അധികാരിയായിട്ടുള്ള വിജേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരനാണ്. ഇങ്ങനെ ഈ ഹർജിയിലാണ് ഇങ്ങനെ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയ്ക്കെതിരെ വേല നടത്തുന്നവർക്കെതിരെ ആദ്യ കോടതി വിധി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ SIT അന്വേഷണവും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഉടനെ അവിടെ കുഴിച്ചു നോക്കുക എന്ന ഒരു രീതിയിലേക്ക് അവർ പോകുന്നില്ല. മറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചു വന്ന വ്യക്തിയെ 2 ദിവസമായി ചോദ്യം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഇന്നുമായി ചോദ്യം ചെയ്തു. ഇന്ന് ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ അത് SIT സമാഹരിക്കുന്നുണ്ട്. അതിൽ SITയുടെ ചർച്ച നടത്തുന്നുണ്ട്. എന്തായാലും SIT പരിശോധിക്കുന്നത്, ഇയാൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി വരികയും ഒരു തലയോട്ടി അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ തലയോട്ടിയിൽ നിന്നുള്ള മണ്ണ് SIT ശേഖരിച്ചിട്ടുണ്ട്. ആ മണ്ണും ധർമ്മസ്ഥലയിലെ മണ്ണും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തലയോട്ടിയുടെ കാലപ്പഴക്കമടക്കം വളരെ ശാസ്ത്രീയമായി നിർണ്ണയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഈ പറയുന്ന മൊഴി അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ധർമ്മസ്ഥലയ്ക്കെതിരെ ഏതൊരു നടപടിയും എടുക്കാൻ തങ്ങളുള്ളൂ എന്ന് തന്നെയാണ് SIT ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട, ഈ മൊഴിക്ക് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഈ മൊഴി സത്യമാണോ അസത്യമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ SITക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം.
ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.